ഡോക്ടർ സോയ, ഫെയിലർ ഉണ്ട്. യെസ്, ഞാൻ വരാം. ഡോക്ടർ ജയരാജ്, ഡോക്ടർ സോയ, എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടി ഇത് പുറത്ത് പറയാതിരുന്നത്? എന്തൊക്കെയോ ദുരൂഹതകൾ അവശേഷിക്കുന്നില്ലേ? ഇപ്പോൾ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ പോലും ഇത് അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാനാവുമോ? അതോ അറിഞ്ഞിട്ടും ഇത് മറച്ച് വെച്ചതാണോ? നിരവധി സമസ്യകൾ അവശേഷിക്കുന്നില്ലേ? അല്ല, നമ്മള് ഇത്തരത്തിൽ വാദഗതികളുമായി മുന്നോട്ട് പോകുമ്പോൾ കോടതിയുടെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ സംവിധാനങ്ങൾ അനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് എപ്പോഴാണോ അല്ലെങ്കിൽ ഒരു വിക്ടിമിന് എപ്പോഴാണോ പറയാൻ തോന്നുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ അവർ തിരിച്ചറിയുന്നത്, അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതൊരു ദുരൂഹതയായി ഡിലേ എന്നുള്ളത് ഒരിക്കലും അത്തരത്തിൽ കോടതി കൺസിഡർ ചെയ്യുന്ന ഒന്നല്ല. ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ച് പോക്സോ ഉൾപ്പെടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ ഡിലേ എന്നുള്ളത് ഒരു കണത്തിലും പരിഗണിക്കപ്പെടുന്ന ഒന്നല്ല. സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എപ്പോഴാണ് തുറന്നു പറയണമെന്ന് തോന്നുന്നത് അപ്പോൾ തുറന്നു പറയാം എന്നുള്ള ഒരു സംവിധാനം കുട്ടികളെ സംബന്ധിച്ച് പിന്നീടാവും അത്തരത്തിലൊരു തിരിച്ചറിവുണ്ടാവുക. ഡോക്ടർ സോയ, അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞതിൽ കാലതാമസം വന്നതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇത്? ഈ 5 വർഷം മറ്റുള്ളവരാരും അറിഞ്ഞില്ല, ഇത് ഈ കുട്ടി മാത്രം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു എന്ന് പറയുന്നത് അങ്ങോട്ടങ്ങ് വിശ്വസിക്കാനാവുന്നില്ല. അല്ല, അതൊരു അപകടം പിടിച്ച സിറ്റുവേഷനാണ്. അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും യാഥാർത്ഥ്യമല്ലെങ്കിലും രണ്ടും അപകടം പിടിച്ചൊരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമല്ല എങ്കിൽ, ഇപ്പൊ ആ പെൺകുട്ടി പറഞ്ഞത് അല്ലെങ്കിൽ മറ്റാളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര മോശപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു സൂചന നമുക്ക് തരും. കാരണം ഒരു പെൺകുട്ടിക്ക് 5 വർഷമായി ഇത്തരത്തിലൊരു വലിയ പ്രശ്നം നേരിട്ടിട്ടും അതറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അപകടം പിടിച്ച ഒന്നാണ്. ഇനി അത് ആ പെൺകുട്ടി തന്നെ ഉള്ളിൽ ഒതുക്കി എന്ന് പറയുമ്പോഴും അതിലും വലിയ അപകടമുണ്ട്. കാരണം ഇത് മനുഷ്യരോട് തുറന്നു പറയാൻ കഴിയാത്ത വിധം എന്താ പറയാ, അത്തരത്തിലൊരു സോഷ്യൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹവുമായി കുടുംബവുമായി ഒക്കെ നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യം അത്രമേൽ ദുർബലമാണ് എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ. അപ്പൊ ഇത് രണ്ടാണെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഈ വാദത്തിൽ. പിന്നെ ദുരൂഹമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്ന് രണ്ടും നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ അറിഞ്ഞെങ്കിലും അറിഞ്ഞില്ലെങ്കിലും രണ്ടും വലിയ അപകടമായ സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത്. പറയാൻ കഴിയാത്തൊരു സാഹചര്യം. ഇനി അത് അറിഞ്ഞിട്ടും നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന അല്ലെങ്കിൽ അത് പറയരുതെന്ന് പറയുന്ന നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് എന്നുള്ളതും വലിയ അപകടം പിടിച്ച ഒന്നാണ്. അപ്പൊ ഇത്തരമുള്ള കാര്യങ്ങൾ നിരന്തരം സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ എത്രയോ ഇപ്പൊ കണ്ണൂരിലെ പാലത്തായി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധ്യാപകർ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നുണ്ടാവുന്നത്, സ്കൂളുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിൽ നിന്നുണ്ടാകുന്നത് വളരെ അടുത്ത. കാരണം എന്തുകൊണ്ടാണ് ഈ പോക്സോയിലൊക്കെ ഇത്തരം ഒരു ഡിലേ കോടതി പരിഗണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ വളരെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആയിരിക്കും അത്തരത്തിലുള്ള, കാരണം കുട്ടിയെ സംബന്ധിച്ച് വളരെ അടുപ്പമുള്ള ആളുകളായിരിക്കും ഒരു പക്ഷേ ഇത്തരം കൃത്യങ്ങളിൽ പ്രതികളായി ചേർക്കപ്പെടുക. ഒരു പക്ഷെ കുട്ടിക്ക് തിരിച്ചറിയാൻ പോലും കഴിയുന്നുണ്ടാവില്ല. കാരണം മറ്റ് കേസുകളെ പോലെ അല്ലാതെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഗൗരവത്തോടുകൂടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അത് അത്രത്തോളം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, എന്താണ് ലൈംഗികമായ ചോദനകളെയോ അല്ലെങ്കിൽ അതിന്റെ തൃഷ്ണകളെയോ അല്ലെങ്കിൽ അത്തരം ആക്ടുകളെ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടത്തിൽ അവരെ ഏറ്റവും മോശപ്പെട്ട തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഗൗരവകരമായി കാണേണ്ടത്. അത് പിന്നീട് ആ കുഞ്ഞുങ്ങളിൽ അത് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഒരു ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ മുഴുവൻ ജീവിതത്തെ അല്ലെങ്കിൽ അവരവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ ട്രോമകളുടെയും കാരണമായേക്കാവുന്ന ഏതെങ്കിലും ഒന്ന്, ഞാൻ പറയുന്നത് ഒരു ചെറിയ അനുഭവം പോലും അത്തരത്തിലൊരു വലിയ ട്രോമയായി മാറുന്ന ഒരു സാഹചര്യം നമുക്കിടയിലുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു വലിയ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ക്രൈംസ് നിങ്ങൾക്ക് നേരെ ഉണ്ടായി അല്ലെങ്കിൽ 64 പേരെന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച ഒരു നമ്പർ തന്നെയാണ്. അത് മാത്രമല്ല, അത് തിരിച്ചറിയുന്നു, പ്രതികളെ അറിയുന്നു, അച്ഛന്റെ ഫോൺ നോക്കി അറിയുന്നു എന്നൊക്കെ പറയുന്നു. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വളരെ കൃത്യമായി കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ കൂടെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതുമായി പോലീസുമായി ബന്ധപ്പെട്ട് കുറെ അനാസ്ഥകളും ആ പെൺകുട്ടി പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതാണ്. പോലീസുമായി ബന്ധപ്പെട്ട അനാസ്ഥ കാരണം കഴിഞ്ഞ 1 വർഷമായി തന്നെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ
അവർക്ക് അനുഭവിക്കപ്പെട്ടിട്ടുള്ള ആലുവയിലെ ഒരു കേസ്, ഒരു പെൺകുട്ടി മോഫിയ പർവീൻ എന്ന് പറയുന്ന പെൺകുട്ടി ഗാർഹിക പീഡന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയെ മാനസികമായി തളർത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പോലീസിനെ നമ്മൾ കണ്ടു. അപ്പൊ ഇത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് വലിയ അനാസ്ഥ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരം കേസുകളുമായി ഇത്തരം പരാതികളുമായി ചെല്ലുമ്പോൾ ആ കടന്നു വരുന്ന സ്ത്രീക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ് പരാതിയുമായി ചെല്ലുന്ന പെണ്ണുങ്ങൾക്കൊക്കെ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു വെക്കാനും സ്ഥാപിക്കാനും ഒക്കെ ശ്രമിക്കുന്ന പാട്രിയാർക്കിയുടെ ഒരു സ്വഭാവവും അധികാരധാർഷ്ട്യത്തിന്റെയും ഹുങ്കിന്റെയും രാഷ്ട്രീയവും ഒക്കെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നിരന്തരമായി പെൺകുട്ടികൾ പറഞ്ഞു വെക്കുന്ന ഒരു കാഴ്ച കുറെ വർഷങ്ങളായി കേരളത്തിലുണ്ട്. അപ്പൊ ഇതിനൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു കുറെ കൂടെ തുറന്ന സമീപനങ്ങൾ ഉണ്ടാകുന്നില്ല, ചർച്ചകൾ ഉണ്ടാകുന്നില്ല, ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്. അതെങ്ങനെയാണ് ഓരോ കുട്ടികളെ, നമ്മൾ പറയുന്നു ഇപ്പൊ കുട്ടികളെ പഴയകാലം പോലെയല്ല, കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളുകൾ ഉൾപ്പെടെ എന്താണ് ഗുഡ് ടച്ച് എന്നും ബാഡ് ടച്ച് എന്നും ഒക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊന്നും അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആ ഒരു തുറന്ന സമീപനം കുട്ടികളിലേക്ക് എത്തുന്നില്ലേ, അല്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമായി ഇവരെ നയിക്കുന്ന ചില കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഒരു മാനസിക വൈകൃതത്തിന്റെ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങളുടെ ഒക്കെ ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പലപ്പോഴും ഒളിക്കാനും പൊതിഞ്ഞു പിടിക്കാനും അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനും ഒക്കെ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ പൊട്ടിച്ചു പോവുക, അതിനെയൊക്കെ തൃണവൽക്കരിച്ചു കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്ന അതിനുവേണ്ടി പല രീതികളും അവലംബിക്കുമ്പോൾ അത് പലപ്പോഴും വൈകൃതങ്ങളായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള അവസ്ഥ. അപ്പൊ അതിനൊക്കെ കുറെ കൂടെ നല്ല രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. പോലീസിന്റെ നടപടി കുറെ കൂടെ കാര്യക്ഷമമാകേണ്ടതുണ്ട്. എന്തൊക്കെ പറയുമ്പോഴും നമ്മളൊക്കെ വലിയ പ്രബുദ്ധ കേരളം എന്ന് അഭിമാനിക്കുമ്പോഴും ഇപ്പോ ഇത്തരത്തിൽ പിന്നെ ഒരു പരിശീലകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും വളരെ മാർജിനലൈസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, തങ്ങളുടെ കായിക വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ മേന്മ കൊണ്ടോ കഴിവ് കൊണ്ടോ കല കൊണ്ടോ പഠനം കൊണ്ടോ ഒക്കെ രക്ഷപ്പെടണമെന്ന് കുഞ്ഞുങ്ങൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ തടസ്സത്തിനപ്പുറത്തേക്ക് ജീവിതത്തെ തന്നെ ഒരു ട്രോമയാക്കി മാറ്റുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അത്തരം ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നു, അതിൽ സംവിധാനമുള്ള ആളുകളായി മാറുന്നു എന്നുള്ളതൊക്കെ വലിയ സങ്കടകരമായ കാര്യം തന്നെയാണ്. കുറെ കൂടെ തുറന്ന അന്വേഷണവും തുറന്ന സമീപനവും ഇത്തരം കേസുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്.